എന്നിരുന്നാലും വീണ്ടും ഫോർഡിന്റെ കെട്ടുകഥകൾ നിർമ്മിക്കാനുള്ള ആവശ്യം വസ്തുതകളെ വളച്ചൊടിച്ചു. എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 8 വർഷമായി തന്റെ തൊഴിലുടമയായ എഡിസൺ ഇല്ലുമിനേറ്റിംഗുമായി ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. എഡിസണിന്റെ മാനേജർ അലക്സാണ്ടർ ഡൌ പറയുന്നതനുസരിച്ച് 1899 വസന്തകാലത്ത് അദ്ദേഹവും ഫോർഡും ഭാവിയെക്കുറിച്ച് സൗഹാർദ്ദപരമായ ഒരു ചർച്ച നടത്തി. ഡൌവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, അദ്ദേഹം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഗ്യാസോലിൻ കാറിനെക്കുറിച്ച് അദ്ദേഹം വളരെയധികം ചിന്തിച്ചിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. കമ്പനി സമയത്ത് അദ്ദേഹം തന്റെ ആദ്യത്തെ കാറിന്റെ ഭാഗങ്ങൾ ഇവിടെ ഞങ്ങളുടെ കടയിൽ തന്നെ ഉണ്ടാക്കി. ഞാൻ അതിനെ ഒരിക്കലും എതിർത്തില്ല. എന്നാൽ ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന വിപുലീകരണങ്ങൾ അദ്ദേഹത്തിന്റെ മുഴുവൻ സമയവും എടുക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വർദ്ധിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഹെൻറിക്ക് ഞങ്ങൾ എന്താണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് അതിനനുസരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുമെന്ന ഭീഷണിയോ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സമയപരിധിയോ ഉണ്ടായിരുന്നില്ല. സംഭാഷണം പൂർണ്ണമായും സൗഹൃദപരമായിരുന്നു. ഒരിക്കൽ കൂടി ഫോർഡിന്റെ പ്രതിബന്ധങ്ങളെ മറികടന്ന് ഏകാകിയും വീരനായ വ്യക്തിയുമായി സ്വയം ചിത്രീകരിക്കാനുള്ള ചായ്വ് പുറത്തുവന്നു. ഇപ്പോൾ അത് താരതമ്യേന നിരുപദ്രവകരമായിരുന്നു. പിന്നീട് അത് കൂടുതൽ പ്രശ്നകരമായ ഒരു സ്വഭാവമായി മാറി. 3 വർഷത്തെ പാട്ടക്കരാർ ഒപ്പിട്ട ശേഷം ഡെട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനി 1343 കാസ് അവന്യൂവിലെ 3 നിലകളുള്ള ഒരു ഇഷ്ടിക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡെട്രോയിറ്റ് സിഇടി കൺട്രോളറായ ക്ലാരൻസ് ബ്ലാക്ക് പ്രസിഡന്റായി സ്ഥാനമേറ്റു. ഫ്രാങ്ക് ആൽഡർമാൻ കമ്പനി സെക്രട്ടറിയായി. എന്നാൽ യഥാർത്ഥ ശക്തികൾ മർഫി, മക്മില്ലൻ, മേബറി എന്നിവരായിരുന്നു. ഡയറക്ടർ ബോർഡിൽ ആധിപത്യം സ്ഥാപിച്ച മൂവരും മെക്കാനിക്കൽ സൂപ്രണ്ടായി പ്രൊഡക്ഷൻ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഫോർഡും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഓർഗനൈസേഷൻ നിരവധി ചെറിയ മെഷീനുകളും ഉപകരണങ്ങളും വാങ്ങി. ഫോർഡ് 13 തൊഴിലാളികളുടെ ഒരു നിർമ്മാണ സംഘത്തെ വിളിച്ചുകൂട്ടി പ്ലാന്റ് ഉൽപ്പാദനത്തിനായി തയ്യാറാക്കുന്നതിനുള്ള ചുമതല ആരംഭിച്ചു. ഭാവി ശോഭനമായി കാണപ്പെട്ടു. സംഘടനയുടെ വക്താവായി സേവനമനുഷ്ഠിച്ച ആൽഡർമാൻ 1899 ഓഗസ്റ്റ് 19 ഡിട്രോയിറ്റ് ഫ്രീ പ്രസ്സിനോട് ഒരു ആത്മവിശ്വാസത്തോടെയുള്ള പ്രസ്താവന നടത്തി, യുവ കമ്പനിയുടെ സാധ്യതകളെക്കുറിച്ച്. ഫോർഡിന്റെ വാഹനം, അദ്ദേഹം പ്രഖ്യാപിച്ചു, ഉൽപ്പാദനത്തിലേക്ക് നീങ്ങുമ്പോൾ മികച്ച കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു. ഞങ്ങളുടെ ഓട്ടോമൊബൈലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പുതിയ ഉപകരണങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അവയുടെ പേറ്റന്റുകൾ ഇപ്പോൾ തീർപ്പുകൽപ്പിച്ചിട്ടില്ല. അവ നിർമ്മിക്കാൻ കഴിയുന്നത്ര മികച്ചതാക്കും. തികഞ്ഞ ജ്വലനം ഉറപ്പാക്കിക്കൊണ്ട് മോശം ഗ്യാസോലിൻ ദുർഗന്ധം മറികടക്കുന്നതിനുള്ള പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു. ആക്സിലിൽ പവർ പ്രയോഗിക്കുന്നതിനും എല്ലാ യന്ത്രങ്ങളും കാഴ്ചയിൽ നിന്ന് മറച്ചുവെക്കുന്നതിനുമുള്ള ഞങ്ങളുടെ മെച്ചപ്പെട്ട രീതി ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരു മികച്ച മോട്ടോർ വണ്ടി ലഭിക്കും. വർഷം കഴിയുന്നതിന് മുമ്പ് 100 മുതൽ 150 വരെ ആളുകളെ ജോലിക്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രശ്നങ്ങൾ ഉയർന്നുവന്നു. പൂർണ്ണമായും വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ നിക്ഷേപകർ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്ന വലുതും വിലയേറിയതുമായ ഒരു മോഡൽ ആവശ്യപ്പെട്ടിരിക്കാം. ഫോർഡ് തന്റെ 2ാമത്തെ കാർ മാറ്റിവെച്ച് 3ാമത്തെ മോഡൽ വികസിപ്പിക്കുകയായിരുന്നു. ഉയർന്ന വശങ്ങളുള്ള, തൂങ്ങിക്കിടക്കുന്ന മേൽക്കൂരയുള്ള, മുൻ വാഹനങ്ങളേക്കാൾ വളരെ ഭാരമുള്ള, കുതിരയില്ലാത്ത, ഒരു കുതിര വലിക്കുന്ന ഡെലിവറി വാഗൺ ആയി ഇതിനെ കണ്ട പലരെയും ഇത് അത്ഭുതപ്പെടുത്തി. എന്നാൽ പത്രകഥകൾ ആവേശഭരിതമായി. 1900 ജനുവരി 12 ഡെട്രോയിറ്റ് ജേണൽ ഓട്ടോമൊബൈലിനെക്കുറിച്ച് ഒരു നീണ്ട വിവരണം നൽകി. തുടർന്ന് ഫെബ്രുവരി 4 ഡെട്രോയിറ്റ് ന്യൂസ് ട്രിബ്യൂണിൽ ഒരു റേസ് ഹോഴ്സിനേക്കാൾ വേഗതയുള്ളത്, അത് മഞ്ഞുമൂടിയ തെരുവുകളിലൂടെ പറന്നു എന്ന തലക്കെട്ടോടെ ഒരു പ്രശംസനീയമായ കഥ പ്രത്യക്ഷപ്പെട്ടു. ഫോർഡിനൊപ്പം പുതിയ കാറിൽ യാത്ര ചെയ്ത ഒരു റിപ്പോർട്ടറിൽ നിന്നാണ് ഈ വർണ്ണാഭമായ വിവരണം വന്നത്. ശൈത്യകാലത്തിന്റെ ഹൃദയഭാഗത്ത് അവർ നഗരത്തിന്റെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഡെട്രോയിറ്റിൽ നിർമ്മിച്ച ആദ്യത്തെ ഓട്ടോമൊബൈലിലെ ഈ ആദ്യത്തെ ആവേശകരമായ യാത്രയിൽ മണിക്കൂറിൽ 25 മൈൽ എന്ന ഹൃദയഭേദകമായ വേഗതയിലേക്കുള്ള ത്വരണം, കാറിന്റെ ബ്രേക്കിംഗ് ശേഷിയുടെ പ്രകടനം, കാൽനടയാത്രക്കാരുടെയും കുതിരവണ്ടികളുടെയും സമർത്ഥമായ ഒഴിഞ്ഞുമാറൽ എന്നിവ ഉൾപ്പെടുന്നു. റിപ്പോർട്ടറുടെ അവിസ്മരണീയമായ വാക്യത്തിൽ, അവർ തിരികെ എത്തി കാസ് അവന്യൂ പ്ലാന്റിലേക്ക് തിരിയുമ്പോൾ വാഹനം ഒരു സൂര്യകിരണം പോലെ മൂലയ്ക്ക് ചുറ്റും തെന്നിമാറി. അങ്ങനെ പുതിയ നൂറ്റാണ്ട് ആരംഭിച്ചപ്പോൾ വിജയത്തിന്റെ ഉച്ചകോടിയിലേക്കുള്ള അവസാന ചുവടുവെപ്പ് നടത്താൻ ഹെൻറി ഫോർഡ് തയ്യാറായി. ആവേശഭരിതരായ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരണത്തിനും വിൽപ്പനയ്ക്കും തയ്യാറായി അദ്ദേഹത്തിന്റെ പുതിയ ഓട്ടോമൊബൈൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഡെട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനിയിലെ ശുഭാപ്തിവിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും മനോഭാവം ഒരുമിത്തയാണെന്ന് തെളിഞ്ഞു. തിരശ്ശീലയ്ക്ക് പിന്നിൽ യഥാർത്ഥ കഥ വളരെ സന്തോഷത്തോടെ വികസിച്ചില്ല. ഫോർഡിന്റെ ഓട്ടോമൊബൈൽ ജോലിയുടെ എല്ലാ വാഗ്ദാനങ്ങളും, അദ്ദേഹത്തിന്റെ പിന്തുണക്കാരുടെ എല്ലാ സമ്പത്തും പ്രതാപവും, എല്ലാ പൊതുജനങ്ങൾക്കും കുതിരയില്ലാത്ത വണ്ടികളോടുള്ള ആകർഷണവും ഉണ്ടായിരുന്നിട്ടും സംരംഭം തകരുകയായിരുന്നു. ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളായ ഹെൻറി ഫോർഡിന് നിരവധി നിരാശാജനകമായ പരാജയങ്ങളിൽ ആദ്യത്തേതായിരിക്കും ഇത്. പുതിയ കമ്പനിയെ നിരവധി പ്രശ്നങ്ങൾ ബാധിച്ചു. അവയിൽ മിക്കതും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയായിരുന്നു. ഒന്നാമതായി, ഫോർഡിന്റെ പുതിയ പ്രോട്ടോടൈപ്പ് അത്ര നല്ല വാഹനമായിരുന്നില്ല.
പത്രങ്ങളിൽ നിന്നുള്ള മികച്ച റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും കാറിന് വലിയ ഗുണങ്ങളൊന്നുമില്ലായിരുന്നു. ഭാരം കുറഞ്ഞതും കരുത്തുറ്റതും കാര്യക്ഷമവുമായ ഒരു ഓട്ടോമൊബൈലിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത മുൻഗണന ലംഘിച്ചുകൊണ്ട് ഈ പുതിയ ഡെലിവറി വാഗൺ മോഡൽ വലുതും ഭാരമുള്ളതും വൃത്തികെട്ടതുമായി തോന്നി. കൂടാതെ മിക്കപ്പോഴും അത് നന്നായി പ്രവർത്തിച്ചില്ല, എല്ലാം ശരിയാണെങ്കിൽ പോലും. അതിന്റെ പല ബോഡി മെക്കാനിക്കൽ ഭാഗങ്ങളും മറ്റെവിടെയെങ്കിലും മെഷീൻ ചെയ്തിരുന്നു, അവയ്ക്ക് ചെറിയ കുറവുണ്ടായിരുന്നു, അവയ്ക്ക് പുനർനിർമ്മാണം ആവശ്യമായിരുന്നു. അനുഭവപരിചയമില്ലാത്ത ഒരു തൊഴിലാളിക്ക് ഈ ഭാഗങ്ങൾ ശരിയായി കൂട്ടിച്ചേർക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവന്നു, കാരണം നിരവധി ചെറിയ പ്രശ്നങ്ങൾ നിർമ്മാണ പ്രക്രിയയെ ബാധിച്ചിരുന്നു. ഫോർഡിനുവേണ്ടി ജോലിക്ക് പോയ ഫ്രെഡറിക് സ്ട്രോസ് വാഹനത്തിന്റെ ദുർബലമായ ഇഗ്നിഷൻ, കാർബ്യൂറേഷൻ സംവിധാനവുമായി നിർമ്മാണ സംഘം എങ്ങനെ നിരന്തരം പോരാടിയെന്ന് വിവരിച്ചു. ഈ കാറിൽ പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾക്ക് എഞ്ചിനുകളിലൊന്ന് ലഭിച്ചു, അദ്ദേഹം പറഞ്ഞു, പക്ഷേ അത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫോർഡിന്റെ ഓട്ടോമൊബൈൽ യഥാർത്ഥത്തിൽ ശരിയായി പ്രവർത്തിച്ച ചുരുക്കം ചില സമയങ്ങളിൽ ഒന്ന്, ഒരു മൂലയ്ക്ക് ചുറ്റുമുള്ള സൂര്യരശ്മി ഭദ്രതയ്ക്കു വേണ്ടിയായിരുന്നു. മിക്കപ്പോഴും ഉചിതമായ രൂപകം ഒരു ഇരുണ്ട മുറിയിൽ ദുർബലമായി മിന്നിമറയുന്ന ഒരു മെഴുകുതിരിയുടെ രൂപകമായിരിക്കും. അതിലും മാരകമായി, ഉൽപ്പാദനത്തിനായുള്ള പ്രോട്ടോടൈപ്പ് അന്തിമമാക്കുന്നതിൽ ഫോർഡ് മടിച്ചുനിൽക്കുകയും അവ്യക്തത കാണിക്കുകയും ചെയ്തു. പ്രശ്നത്തിന്റെ സ്വഭാവം അവ്യക്തമായിരുന്നു. ചില നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഫോർഡ് കഠിനാധ്വാനം ചെയ്തു. ഡെട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനി ആരംഭിച്ച ഉടൻ തന്നെ അതിൽ ചേർന്ന വില്യം പ്രിങ് തന്റെ ബോസ് ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നതിൽ ആഴത്തിൽ പങ്കാളിയാണെന്ന് തറപ്പിച്ചു പറഞ്ഞു, മിസ്റ്റർ ഫോർഡ് ഞങ്ങളോടൊപ്പം പ്ലാന്റിൽ തന്നെ ജോലി ചെയ്തു. അദ്ദേഹം ഏറെക്കുറെ ഒരു ഇൻസ്ട്രക്ടറായിരുന്നു, എന്നാൽ മറ്റുള്ളവർ വ്യത്യസ്തമായ ഒരു വിധിന്യായം നൽകി. ഹെൻറി ഒരിക്കലും ഷോപ്പിൽ കൂടുതൽ സമയം ചെലവഴിച്ചില്ല, ഫോർഡിന്റെ പഴയ സുഹൃത്ത് സ്ട്രോസ് അനുസ്മരിച്ചു. അദ്ദേഹം എല്ലാ ദിവസവും 1-2 മണിക്കൂർ വന്നേക്കാം. വാസ്തവത്തിൽ കമ്പനി പ്രസിഡന്റ് ആൽഡർമാൻ ഫോർഡിനെ ഒരു കാർ ഉൽപ്പാദനത്തിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചപ്പോൾ സ്ട്രാസ് തുടർന്നു, പിന്നീട് ചില തന്ത്രങ്ങളിൽ ഏർപ്പെട്ടു. ഹെൻറി തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു ഓട്ടോമൊബൈൽ ഡിസൈൻ തയ്യാറായിരുന്നില്ല. അത് ആരംഭിക്കാൻ ഹെൻറി എനിക്ക് ചില ആക്സിൽ ഷാഫ്റ്റിംഗുകൾ തിരിച്ചുവിടാൻ ചില സ്കെച്ചുകൾ തന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ ഞാൻ ഈ ആക്സിൽ ഷാഫ്റ്റുകൾ മെഷീൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവ ഒന്നിന്റെയും ഭാഗമല്ലായിരുന്നു. ഞങ്ങൾ അവ ഒരിക്കലും ഓട്ടോമൊബൈലിനായി ഉപയോഗിച്ചിരുന്നില്ല. ഹെൻറി അതിൽ കുറച്ചുകൂടി കഴിയുന്നതുവരെ അത് ഒരു സ്റ്റാൾ മാത്രമായിരുന്നു. ഫോർഡിന്റെ പഴയ കൂട്ടാളിയും ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നയാളുമായ ഒലിവർ ബാർത്തൽ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയുന്നതിന് ഏറ്റവും അടുത്തെത്തിയിരിക്കാം. ഫോർഡ് തന്റെ ഓട്ടോമൊബൈൽ പ്രോട്ടോടൈപ്പ് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ വിവിധ സവിശേഷതകൾ മാറ്റുന്നത് ഒരിക്കലും നിർത്തിയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഡിസൈൻ മരവിപ്പിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. വളരെയധികം മാറ്റങ്ങൾ വരുത്തി ബാർത്തൽ നിർബന്ധിച്ചു. അവർ എന്തെങ്കിലും രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കും, തുടർന്ന് അവർ അത് ഉപേക്ഷിച്ച് അതിന്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും നിർമ്മിക്കും. കാലതാമസത്തിന്റെയും വഞ്ചനയുടെയും ഈ നാടകം വികസിച്ചപ്പോൾ മർഫി ഒരു വലിയ പങ്ക് വഹിക്കാൻ തുടങ്ങി. നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ കമ്പനിയുടെ സാമ്പത്തിക ഘടനയുടെ കോട്ടയായി അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹത്തെ അനുവദിക്കാതിരിക്കാൻ ഫോർഡ് പ്രത്യേകിച്ചും ശ്രദ്ധിച്ചു. എന്നാൽ കാസ് അവന്യൂ പ്ലാന്റിലെ അസ്വസ്ഥയുണ്ടാക്കുന്ന കാലതാമസങ്ങളിൽ മർഫി കൂടുതൽ ശ്രദ്ധ ചെലുത്തിയപ്പോൾ അദ്ദേഹത്തെയും കബളിപ്പിക്കാൻ ഫോർഡ് ഒരു തന്ത്രം മെനഞ്ഞു. ഒരു വിചിത്രമായ സാഹചര്യം രൂപപ്പെട്ടു. കമ്പനിയുടെ ഏറ്റവും ശക്തനായ ബിസിനസ് വ്യക്തിയെ നിർമ്മാണത്തിന്റെ സൂപ്പർവൈസർ ക്രമാനുഗതമായി തെറ്റിദ്ധരിപ്പിച്ചു. ഫോർഡ് എങ്ങനെയാണ് മർഫിയെ പുരോഗതിയുടെ സാരാംശത്തിന് പകരം ഒരു ഷോയിലൂടെ താൽക്കാലികമായി തെറ്റിദ്ധരിപ്പിച്ചതെന്ന്. ഏകദേശം 1/2 ഡസൻ ഓട്ടോമൊബൈലുകളുടെ ഭാഗങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു നീണ്ട ബെഞ്ച് ഉണ്ടായിരുന്നു, ഞങ്ങൾ പൂർത്തിയാക്കിയ എല്ലാ ഭാഗങ്ങളും അതിലുണ്ടായിരുന്നു, സ്ട്രോസ് വിശദീകരിച്ചു. മിസ്റ്റർ മർഫിയും അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളും വന്ന് ബെഞ്ചിലെ ഈ ഭാഗങ്ങളെല്ലാം കാണുമായിരുന്നു, അവയെല്ലാം കൃത്യമായി മെഷീൻ ചെയ്തിരുന്നു, അത് അതിശയകരമായി കാണപ്പെട്ടു. അവർ അതിൽ വളരെ സന്തുഷ്ടരായിരുന്നു. ഏതാനും ആഴ്ചകൾക്കുശേഷം 1901 ജനുവരിയിൽ 1.5 വർഷത്തെ പ്രവർത്തനത്തിനുശേഷം ബോർഡ് ഡെട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനിയെ പിരിച്ചുവിട്ടു. അങ്ങനെ കാർ നിർമ്മാണത്തിലെ ഹെൻറി ഫോർഡിന്റെ ആദ്യ സാഹസികത ഒരു മികച്ച തുടക്കത്തിനുശേഷം തകർന്നു. എന്നിരുന്നാലും എല്ലാം നഷ്ടപ്പെട്ടില്ല. മർഫി ഉൾപ്പെടെയുള്ള ഫോർഡിന്റെ ചില സാമ്പത്തിക പിന്തുണക്കാർ പ്രതീക്ഷയോടെ തുടർന്നു. ഈ ചെറിയ സംഘം ഉടനടി ഡെട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനിയുടെ ആസ്തികൾ വാങ്ങി നിർമ്മാണത്തിനായി ഒരു ഓട്ടോമൊബൈൽ വികസിപ്പിക്കുന്നതിൽ ഫോർഡിനെ പിന്തുണച്ചു. അങ്ങനെ ഫോർഡ് അതേ കാസ് അവന്യൂ സൗകര്യത്തിലെ വളരെ ചെറിയ കടയിൽ നിരവധി മാസങ്ങൾ പരീക്ഷണം നടത്തി. അദ്ദേഹം ഡെലിവറി വാഗൺ മോഡൽ ഉപേക്ഷിച്ച് വീണ്ടും ചെറുതും ഭാരം കുറഞ്ഞതുമായ ഒരു ഓട്ടോമൊബൈലിലേക്ക് തിരിഞ്ഞു. 1901 നവംബർ 30 ഹെൻറി ഫോർഡ് കമ്പനിക്കായി ഇൻകോർപ്പറേഷൻ ആർട്ടിക്കിളുകൾ ഫയൽ ചെയ്തതിനാൽ അദ്ദേഹം പുരോഗതി കൈവരിച്ചു. മൂലധനം $60,000 നിന്നു. അതേസമയം ഫോർഡിന് കമ്പനിക്ക് മെക്കാനിക്കൽ വൈദഗ്ധ്യത്തിനുള്ള നഷ്ടപരിഹാരമായി $10,000 പലിശയുള്ള 1000 ഓഹരികൾ നൽകി. പ്രതീക്ഷ വീണ്ടും തിളക്കത്തോടെ ജ്വലിച്ചു. ഡിട്രോയിറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു,
മിസ്റ്റർ മർഫിയുടെ പിന്തുണയോടെ പഴയതിന്റെ എല്ലാ വശങ്ങളിലും നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം വിശ്വസിക്കുന്നതുപോലെ ഇപ്പോൾ വിപണിയിലുള്ള ഏതൊരു ഓട്ടോമൊബൈലിലും ഒരു വലിയ പുരോഗതി കാണിക്കുന്ന പൂർണ്ണമായും പുതിയൊരു യന്ത്രം കണ്ടുപിടിക്കുന്നതിൽ ഫോർഡ് വിജയിച്ചു. പരാജയങ്ങൾ സാധാരണമായിരുന്ന വളർന്നുവരുന്ന അസ്ഥിരമായ പുതിയ കാർ നിർമ്മാണ ലോകത്തിലെ മിക്ക പങ്കാളികളിൽ നിന്നും വ്യത്യസ്തമായി ഫോർഡ് രണ്ടാമതൊരു അവസരം നേടിയിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒരു വാഗ്ദാനമായ സംരംഭത്തെ തടസ്സപ്പെടുത്തി. ഇത്തവണ അത് വളരെ വേഗത്തിൽ സംഭവിച്ചു. ഒരു പരിചിതമായ പ്രശ്നം ഉയർന്നുവന്നു. ഫോർഡ് നിർമ്മാണത്തിനായി ഒരു വാണിജ്യ മോഡൽ തയ്യാറാക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇത്തവണ ചലനാത്മകത അല്പം വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ഓട്ടോമൊബൈൽ റേസിംഗിൽ താൽപര്യം പ്രകടിപ്പിച്ചു. വിപണിക്കായുള്ള ഒരു വാഹനത്തിനുപകരം ഒരു റേസ് കാർ വികസിപ്പിക്കുന്നതിലേക്ക് തന്റെ ഊർജ്ജത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിക്കാൻ തുടങ്ങി. പക്ഷേ ഫലം സമാനമായിരുന്നു. കമ്പനി ഒരിക്കലും ഒരു വാണിജ്യ കാറിന്റെ രൂപകൽപ്പന അന്തിമമാക്കിയില്ല. യഥാർത്ഥത്തിൽ ഒരു കാർ നിർമ്മിച്ചു എന്നതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല, കമ്പനിയിലെ തന്റെ സാമ്പത്തിക വിഹിതത്തെക്കുറിച്ച് ഫോർഡിന് വർദ്ധിച്ചുവരുന്ന അനിഷ്ടമുണ്ടായിരുന്നു. അത് അദ്ദേഹം നിസ്സാരമായി കണക്കാക്കി. പിരിമുറുക്കങ്ങളും കോപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സാഹചര്യം കൂടുതൽ 2 ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കമ്പനിയുടെ പേരുള്ളയാളും അദ്ദേഹത്തിന്റെ സമ്പന്നനും സ്വാധീനമുള്ളതുമായ പിന്തുണക്കാരനായ വില്യം മർഫിയും. തന്റെ പഴയ സുഹൃത്തിനെ പിന്തുടർന്ന് ഈ പുതിയ സംരംഭത്തിലേക്ക് കടന്നുവന്ന ഫ്രെഡറിക് സ്ട്രോസ് ഒത്തുചേരൽ പ്രതിസന്ധിയെക്കുറിച്ച് ഒരു ആന്തരിക വീക്ഷണം നൽകി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഡെട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനി പിരിച്ചുവിട്ടതിന് ശേഷമുള്ള മാസങ്ങളിൽ ഫോർഡ് ബാഗ്ലി അവന്യൂ ഗാരേജിലെ അദ്ദേഹത്തിന്റെ പഴയ സഹായിയായ എഡ് ഹഫർ, യുവ ടൂൾ നിർമ്മാതാവും ഡ്രാഫ്റ്റ്സ്മാനും ആയ ഹറോൾഡ് വിൽസ്, സ്ട്രോസ് എന്നിവരടങ്ങുന്ന ഒരു ടീം. മർഫിയും മറ്റ് നിക്ഷേപകരും ഈ പ്രോട്ടോടൈപ്പിൽ സന്തുഷ്ടരായിരുന്നു. ഫോർഡ് അത് ഉൽപ്പാദനത്തിലേക്ക് നയിക്കുമെന്ന് അവർ കരുതി. ഫോർഡ് ഒരു റേസിംഗ് ഓട്ടോമൊബൈലും വികസിപ്പിക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നിട്ടും അദ്ദേഹം തന്റെ ഊർജ്ജത്തിന്റെ ഭൂരിഭാഗവും വാണിജ്യ വാഹനത്തിനായി ചെലവഴിക്കുകയാണെന്ന് അവർ വിശ്വസിച്ചു. മർഫിക്ക് അവർ ചെറിയ കാറുമായി മുന്നോട്ടു പോകുകയാണെന്ന ധാരണയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ രണ്ടാമത്തെ കാർ റേസ് ലഭിക്കുന്നതുവരെ അദ്ദേഹം ഞങ്ങളെ സമീപിച്ചില്ല, സ്ട്രോസ് വിശദീകരിച്ചു. ഞങ്ങൾ വ്യത്യസ്തമായ ഒരു കാർ നിർമ്മിക്കുകയാണെന്ന് അയാൾ കണ്ടെത്തിയപ്പോൾ അയാൾ വളരെ നിരാശനായി. ഹെൻറി എന്താണ് ചെയ്യുന്നതെന്ന് മർഫിക്ക് മനസ്സിലായപ്പോൾ അയാൾക്ക് വെറുപ്പ് തോന്നി. മർഫിയും ഫോർഡും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന വിടവിനെക്കുറിച്ച് ഒലിവർ ബാർത്തൽ കൂടുതൽ വിവരങ്ങൾ നൽകി. മർഫി സാഹചര്യത്തെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തിയപ്പോൾ താൻ കോപാകുലനായി എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. അദ്ദേഹം ബാർത്തലിനെ നേരിട്ടു. അദ്ദേഹം എന്നോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. റേസറിൽ ജോലി ചെയ്യുക, അദ്ദേഹം എന്നെ പിരിച്ചുവിടും. എന്റെ ജോലിയെ ഞാൻ വിലമതിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഫോർഡിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബാർത്തൽ റേസ് കാറിൽ ജോലി ചെയ്യുന്നത് തുടർന്നു. ഇത് മർഫിയും ഫോർഡും തമ്മിൽ നിരവധി ആഴ്ചകളായി നിരവധി കടുത്ത വാദപ്രതിവാദങ്ങൾക്ക് കാരണമായി. സാഹചര്യം ഒരു അസ്വസ്ഥമായ സ്തംഭനാവസ്ഥയിലേക്ക് പരിഹരിച്ചു. സ്ട്രോസിന്റെ അഭിപ്രായത്തിൽ മർഫി ഫോർഡുമായി സംസാരിക്കുന്നത് പൂർണ്ണമായും നിർത്തി. മർഫി തന്റെ ഓഫീസിലേക്ക് പോകുന്നതിനുമുമ്പ് എല്ലാ ദിവസവും രാവിലെ വന്നു. പക്ഷേ അദ്ദേഹത്തിന് ഹെൻറിയുമായി ഒരു ബന്ധവുമില്ല, അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ഒടുവിൽ ഈ ഇച്ഛാശക്തിയുടെ മത്സരം പരിഹരിക്കാൻ മർഫി നിർണായകമായി പ്രവർത്തിച്ചു. ഒരു വാണിജ്യ ഓട്ടോമൊബൈൽ നിർമ്മാണ ഘട്ടത്തിലേക്ക് വികസിപ്പിക്കുന്നതിൽ ഫോർഡ് അശ്രദ്ധമായി പെരുമാറിയെന്ന് നിഗമനം ചെയ്ത അദ്ദേഹം സാഹചര്യം അവലോകനം ചെയ്ത് ക്രമം പുനഃസ്ഥാപിക്കാൻ ഒരു പുറനാട്ടുകാരനെ കൊണ്ടുവരിക എന്ന കടുത്ത നടപടി സ്വീകരിച്ചു. ഉയർന്ന നിലവാരമുള്ള ജോലികൾക്ക് പേരുകേട്ട ഡെട്രോയിറ്റ് മെഷീൻ ഷോപ്പായ ലെലാൻഡ് ആൻഡ് ഫോൾക്കണറിന്റെ ഡയറക്ടറായ ഹെൻറി ലെലാൻഡ്, കോൾട്ടിന്റെ ഫാക്ടറി, സ്പ്രിംഗ്ഫീൽഡ് ആർമറി, ന്യൂ ഇംഗ്ലണ്ടിലെ മറ്റ് നിരവധി മെഷീൻ സ്ഥാപനങ്ങൾ എന്നിവയിൽ പരിശീലനം നേടിയിരുന്നു. 1890കളോടെ തന്റെ മെഷീൻ ചെയ്ത ഭാഗങ്ങളുടെ കൃത്യത, ചാരുത, ശക്തി എന്നിവയ്ക്ക് അദ്ദേഹം പ്രശസ്തി നേടി. മകൻ വിൽഫ്രഡ് ലെലാൻഡിനൊപ്പം ഹെൻറി ലെലാൻഡ് റാൻസം ഓൾഡ്സിനും കാറിനുമായി മോട്ടോറുകൾ നിർമ്മിക്കുകയായിരുന്നു. മർഫിക്ക് ലെലാൻഡിനെ ഒരു സാമൂഹിക പരിചയക്കാരനായി അറിയാമായിരുന്നു. കാസ് അവന്യൂ പ്ലാന്റിൽ വന്ന് ഫോർഡിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും ഉപദേശങ്ങളും ശുപാർശകളും നൽകാനും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഫോർഡിന്റെ രീതികളെയും വാഹനത്തെയും പുരോഗതിയുടെ അഭാവത്തെയും ലെലാൻഡ് തുറന്നു വിമർശിച്ചതായി തോന്നുന്നു. വില്യം പ്രിങ്കിന്റെ അഭിപ്രായത്തിൽ ലെലാൻഡ് തെറ്റായി കണക്കുകൂട്ടി. ഫോർഡിനോട് എന്തുചെയ്യണമെന്ന് പറയാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തോന്നി. പ്രിങ് പറഞ്ഞു, പക്ഷേ മിസ്റ്റർ ഫോർഡ് അത് സ്വീകരിക്കുന്ന തരത്തിലുള്ള ആളല്ലായിരുന്നു. ലെലാൻഡിന്റെ വിമർശനത്തെ ഫോർഡ് കടിഞ്ഞാണിടുക മാത്രമല്ല, തന്റെ അധികാരത്തെ ദുർബലപ്പെടുത്തിയതിന് ബോർഡിനോട് അദ്ദേഹം നീരസപ്പെടുകയും ചെയ്തു. ചാൾസ് ബുഷിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ ബോസ് സ്വന്തം നിലവാരത്തിനനുസരിച്ച് ഒരു കാർ വികസിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇപ്പോൾ ബോർഡിനെ ശത്രുതാപരമായ ഒരു എലിറ്റിസ്റ്റ് ഗ്രൂപ്പായി കണ്ടു അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചു. സാഹചര്യം അസാധ്യമാണെന്ന് തെളിഞ്ഞു. മറ്റൊരു മെക്കാനിക്കൽ വിദഗ്ധൻ തന്റെ തോളിൽ നോക്കാൻ തയ്യാറാകാതെ ഫോർഡ് കൂടുതൽ വിഷാദരോഗിയും നിസ്സഹകരണിയുമായി. പ്രതിസന്ധി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മൂർധന്യത്തിലെത്തി.
സംരംഭം ആരംഭിച്ച് വെറും 3 മാസത്തിനു ശേഷം 1902 മാർച്ച് 10 ഫോർഡ് ഹെൻറി ഫോർഡ് കമ്പനി വിട്ടു. കണക്കുകൾ വ്യത്യാസപ്പെട്ടു. ചിലർ ഫോർഡ് രാജിവെച്ചതായി വാദിക്കുകയും മറ്റുള്ളവർ മർഫി അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് അവകാശപ്പെടുകയും ചെയ്തു. എന്തുതന്നെയായാലും ഫോർഡിന്റെ വിടവാങ്ങലിന്റെ നിബന്ധനകൾ വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന് $900 പണമായി ലഭിച്ചു. അദ്ദേഹത്തിന്റെ റേസിംഗ് കാറിന്റെ ഡ്രോയിങ്ങുകളും പദ്ധതികളും മർഫിയും ബോർഡും അവരുടെ കമ്പനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കുന്നത് നിർത്തുമെന്ന ഉറപ്പും ലഭിച്ചു. കരാർ പാലിച്ചു. ഫോർഡിന്റെ വിടവാങ്ങലിനെ തുടർന്ന് നിക്ഷേപകർ കാഡിലാക്ക് ഓട്ടോമൊബൈൽ കമ്പനിയായി പുനഃസംഘടിപ്പിച്ചു. മർഫി അതിന്റെ ട്രഷററും ഏറ്റവും വലിയ ഓഹരി ഉടമയുമായി. അവർ ഹെൻറി ലെലാൻഡിനെ അതിന്റെ നിർമ്മാണ സൂപ്പർവൈസറായി നിയമിച്ചു. കാഡിലാക്ക് ഉയർന്ന നിലവാരമുള്ള വിശ്വസനീയമായ മോട്ടോർ കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. 1909 ഇത് യങ് ജനറൽ മോട്ടോഴ്സ് കോർപ്പറേഷൻ വാങ്ങി. ഈ അവിഹിതമായ രീതിയിൽ മെക്കാനിക്കൽ കണ്ടുപിടുത്തക്കാരനായ ഹെൻറി ഫോർഡും പ്രമുഖ ബിസിനസ്സുകാരനായ വില്യം മർഫിയും അവരുടെ വാഗ്ദാനപരമായ സഖ്യം ആരംഭിച്ച് 2.5 വർഷത്തിനുശേഷം വേർപിരിഞ്ഞു. ആ സമയത്ത് ഇരുവശത്തും ഗണ്യമായ പിരിമുറുക്കം അനുഭവപ്പെടുന്നതായി തോന്നി. വർഷങ്ങൾ കടന്നുപോകുമ്പോൾ ശത്രുതകൾ കുറഞ്ഞു. വളരെക്കാലം കഴിഞ്ഞ്, ഉദാഹരണത്തിന്, മർഫി ഫോർഡ് വീട്ടിൽ ഒരു സാമൂഹിക പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ മിസ്റ്റർ മർഫി തന്നോടും ഫോർഡ് മോട്ടോർ കമ്പനിയോടും ഒപ്പം പോകാത്തതിൽ താൻ അപ്പോഴും ഖേദിച്ചിരുന്നു എന്ന് അവതാരകൻ പറയുന്നത് കേട്ടു. എന്നിരുന്നാലും വിധിയുടെ ഒരു കൗതുകകരമായ വഴിത്തിരിവ് അവരുടെ ബന്ധത്തെ പൂർണ്ണവൃത്തത്തിലേക്ക് കൊണ്ടുവന്നു. 1917 ഹെൻറിയും വിൽഫ്രഡ് ലെലാൻഡും ഉയർന്ന നിലവാരമുള്ള ഓട്ടോമൊബൈലുകൾ നിർമ്മിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന മറ്റൊരു സംരംഭമായ ലിങ്കൺ മോട്ടോർ കമ്പനി ആരംഭിച്ചു, മർഫിയുടെ പിന്തുണയോടെ ഒരു പ്രധാന ഓഹരി ഉടമ എന്ന നിലയിൽ. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കമ്പനി റിസീവർഷിപ്പിലേക്ക് പോയി. ഫോർഡ് മോട്ടോർ കമ്പനി അത് വാങ്ങി. 5 മാസത്തിനുള്ളിൽ ഫോർഡ് ലെലാൻഡിനെയും മകനെയും 2 ആഴ്ചത്തെ പിരിച്ചുവിടൽ ശമ്പളത്തോടെ പിരിച്ചുവിട്ടു. ഇത് ഒരു ബിസിനസ് തീരുമാനമാണെന്ന് ഫോർഡ് എല്ലായ്പ്പോഴും അവകാശപ്പെട്ടിരുന്നുവെങ്കിലും 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശിക്ഷിക്കാൻ കൊണ്ടുവന്ന വ്യക്തിയോട് അത്ര സൂക്ഷ്മമല്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രതികാരം ചെയ്തുവെന്ന് വ്യക്തമാണ്. എന്നാൽ 1902 വസന്തകാലത്ത് ഹെൻറി ഫോർഡിന് ആരോടും പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ല. മിക്ക നിരീക്ഷകർക്കും അദ്ദേഹം കടുത്ത മത്സരാധിഷ്ഠിത മോട്ടോർ വാഹന വിപണിയുടെ മറ്റൊരു ഇരയായി മാത്രമേ തോന്നിയുള്ളൂ. ചാൾസ് മോട്ടോർ മാസികയ്ക്കായി സമാഹരിച്ച, ശ്രദ്ധാപൂർവം ഗവേഷണം ചെയ്ത ഒരു പട്ടിക, ഒരു മുൻനിര കാർ നിർമ്മാതാവായ ഡ്യൂറിയ 1900 മുതൽ 1908 വരെ 501 കമ്പനികൾ അമേരിക്കയിൽ ഓട്ടോമൊബൈലുകൾ നിർമ്മിക്കുന്നതിനായി രൂപീകരിച്ചതായി വെളിപ്പെടുത്തി. അവയിൽ 60% 2 വർഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും അടച്ചുപൂട്ടി. മറ്റൊരു 6% ഉൽപ്പാദനത്തിന്റെ മറ്റ് മേഖലകളിലേക്ക് മാറി. ഫോർഡിന്റെ ശ്രദ്ധേയമായ സാമ്പത്തിക പിന്തുണയും സ്വന്തം മെക്കാനിക്കൽ വൈദഗ്ധ്യവും ഉണ്ടായിരുന്നിട്ടും എന്റർപ്രൈസസിന്റെ വ്യതിയാനങ്ങളിൽ അദ്ദേഹം മറ്റൊരു സ്ഥിതിവിവരക്കണക്ക് മാത്രമായി തോന്നി. അദ്ദേഹത്തിന്റെ ഒരേയൊരു പ്രത്യേകത ഒന്നല്ല, 2 സുവർണ അവസരങ്ങൾ പാഴാക്കുക എന്നതായിരുന്നു. എന്നാൽ കൗതുകകരമെന്നു പറയട്ടെ, ഈ കാലയളവിൽ ഫോർഡിന്റെ തുടർച്ചയായ പരാജയങ്ങൾ അദ്ദേഹത്തെ അനാവശ്യമായി അസ്വസ്ഥനാക്കിയില്ല. ഈ ദുരന്തങ്ങളിൽ നിന്ന് അദ്ദേഹം നല്ല പാഠങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഒരു ഉത്കണ്ഠയില്ലാത്ത, നിസ്സംഗമായ മനോഭാവം സ്വീകരിച്ചു. 20 വർഷങ്ങൾക്ക് ശേഷം ഒരു അഭിമുഖത്തിലെ അഭിപ്രായങ്ങളിൽ ഇത് പ്രകടമായിരുന്നു. ഇനി ഒരാൾക്ക് താൻ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാൻ ഇത്ര തിടുക്കം കാണിക്കുന്നത് എന്തിനാണ്? തീർച്ചയായും അവൻ ഉത്സാഹത്തോടെ പ്രവർത്തിക്കണം, പക്ഷേ വിജയം അല്പം വൈകിയാൽ അവൻ നിരുത്സാഹപ്പെടേണ്ടതെന്താണ്? എനിക്ക് വളരെ ഉപയോഗപ്രദമായ വർഷങ്ങളായിരുന്നു ഇവ. വളരെ നന്നായി ജോലി ചെയ്തിട്ടുണ്ട്. എന്റെ സമയം ഇതിലും നന്നായി ഉപയോഗിക്കാൻ എനിക്ക് മറ്റെന്താണ് കഴിയുക? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സന്തോഷവാനല്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്നത് എനിക്കും മറ്റുള്ളവർക്കും ഉപയോഗപ്രദമായിരുന്നു. ഓട്ടോമൊബൈൽ നിർമ്മാണത്തിൽ ഫോർഡിന്റെ ആദ്യകാല വിജയക്കുറവിന് വിശദീകരണം തേടുന്ന ഒരാൾക്ക് ഈ ദാർശനിക വാക്കുകൾ വളരെ സംതൃപ്തി നൽകുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രമുഖ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം കാരണം വ്യക്തമായിരുന്നു. അമിതമായ ടിങ്കറിംഗിലും പരിഷ്കരണത്തിലും അദ്ദേഹം അവരുടെ പണം പാഴാക്കി. ഒരിക്കലും ഒരു നിർമ്മിക്കാനുള്ള പ്രോട്ടോടൈപ്പ് വിപണിയിൽ കൊണ്ടുവന്നില്ല. പ്രകടനം കാഴ്ചവയ്ക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്വന്തം തകർച്ചയ്ക്ക് കാരണമായി. എന്നിരുന്നാലും ഫോർഡ് വ്യത്യസ്തമായ ഒരു വിലയിരുത്തൽ നൽകി. ഒരു ബിസിനസ്സുകാരനും വ്യവസായിയും എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സംവേദനക്ഷമതയെ പ്രതിഫലിപ്പിക്കുന്ന ഒന്ന്. അദ്ദേഹം അത്യാഗ്രഹത്തിന്റെ ഇരയാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഡെട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനിയുടെയും ഹെൻറി ഫോർഡ് കമ്പനിയുടെയും പിന്തുണക്കാർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ തെറ്റായ മുൻഗണനകൾ പുലർത്തിയിരുന്നു. ആ സംരംഭങ്ങളിൽ രണ്ടാമത്തേതിൽ നിന്ന് അദ്ദേഹം അവസാനമായി പോയതിന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കാസ് അവന്യൂവിൽ തന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ചാൾസ് ബുഷിനെ ഫോർഡ് കണ്ടുമുട്ടി. സ്വാഭാവികമായും അവർ സമീപകാല കോലാഹലങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ ഏർപ്പെട്ടു. ഫോർഡ് തന്റെ മുൻ പിന്തുണക്കാരെ എങ്ങനെ ആക്രമിച്ചുവെന്ന് ബുഷ് റിപ്പോർട്ട് ചെയ്തു. ഞാൻ ഒരു കട തുറക്കാൻ പോകുകയാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഞാൻ തുടരുമെന്ന് ഞാൻ കരുതുന്നു.
ആ ആളുകൾ അത് നടത്തുന്ന രീതിയിൽ എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. പരീക്ഷണാത്മക ജോലികൾ പൂർത്തിയാക്കാൻ അവർ എന്റെ കൂടെ നിൽക്കണമായിരുന്നു. ഇപ്പോൾ അവർ പുറത്തുനിന്നുള്ള മറ്റാരെയെങ്കിലും കൊണ്ടുവന്ന് എന്നിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ എനിക്ക് എല്ലാം കഴിഞ്ഞു. ഇവിടെ നിന്ന് എന്റെ കട എപ്പോഴും എന്റെ കടയായിരിക്കും. അങ്ങനെയായിരിക്കും കാര്യങ്ങൾ. എന്തു ചെയ്യണമെന്ന് ധാരാളം ധനികർ എന്നോട് പറയേണ്ടിവരില്ല. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഫോർഡിന്റെ വിശകലനം കഠിനമായി തുടർന്നു. മൈ ലൈഫ് ആൻഡ് വർക്ക് എന്ന പുസ്തകത്തിൽ തന്റെ ആദ്യകാല നിക്ഷേപകർക്ക് പൊതുജനങ്ങൾക്കായി ഒരു ഗുണനിലവാരമുള്ള ഉൽപ്പന്നം നിർമ്മിക്കുന്നതിൽ താൽപ്പര്യമില്ലെന്നും ഓരോ കാറിനും സാധ്യമായ ഏറ്റവും വലിയ വില ലഭിക്കുക മാത്രമാണ് അവർ ആഗ്രഹിച്ചതെന്നും അദ്ദേഹം വാദിച്ചു. പ്രധാന ആശയം പണം നേടുക എന്നതാണെന്ന് തോന്നി. ഫോർഡ് മത്സരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, രാജിവെച്ചു, ഇനി ഒരിക്കലും എന്നെത്തന്നെ ഉത്തരവുകൾക്ക് വിധേയമാക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തു. തന്റെ ആദ്യകാല ബിസിനസ് തിരിച്ചടികളെക്കുറിച്ചുള്ള ഫോർഡിന്റെ വായന അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു വെളിപ്പെടുത്തൽ നൽകുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മാണ മേഖലയിലേക്ക് അദ്ദേഹം ആദ്യമായി താൽക്കാലിക ചുവടുകൾ വെച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി 2 ആഴത്തിലുള്ള പ്രതിബദ്ധതകൾ വഹിച്ചു. ഒന്നാമതായി, സമ്പന്നരായ ബിസിനസ് പ്രമാണിമാർ തന്റെ പ്രവർത്തന ഗതിയെ നയിക്കാൻ നടത്തിയ ഏതൊരു ശ്രമത്തെയും അദ്ദേഹം വെറുക്കുകയും ചെറുക്കുകയും ചെയ്തു. രണ്ടാമതായി, സ്വന്തം സഹജാവബോധവും മൂല്യങ്ങളും പിന്തുടരാനും സ്വാതന്ത്ര്യം നിലനിർത്താനും ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ സ്വന്തം വിധിയുടെ നിയന്ത്രണം നിലനിർത്താനും അദ്ദേഹം ശാഠ്യപൂർവ്വം ദൃഢനിശ്ചയം ചെയ്തു. ഈ 2 പ്രതിബദ്ധതകളും വരും വർഷങ്ങളിൽ ഫോർഡിന്റെ പക്വതയുള്ള വ്യക്തിത്വത്തിന്റെ നിർണായക ഭാഗങ്ങളായി തുടരും. കൂടാതെ അവ പല തരത്തിൽ വിജയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ അതിശയകരമായ കയറ്റത്തിന് രൂപം നൽകും. എന്നാൽ ഈ നിരന്തരമായ സ്വാശ്രയത്വവും വരേണ്യവർഗങ്ങളോടുള്ള ശത്രുതയും വ്യക്തിപരമായ സ്വഭാവത്തേക്കാൾ കൂടുതൽ പ്രതിഫലിപ്പിച്ചു. ഫോർഡിനെ തളർത്തിയ വലിയ ചരിത്ര സമ്മർദ്ദങ്ങളെയും അവ പ്രതിഫലിപ്പിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിലെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ വലിയ പരിവർത്തനത്തിന്റെ കേന്ദ്രബിന്ദുവിലാണ് കാർ നിർമ്മാണത്തിലെ അദ്ദേഹത്തിന്റെ ആദ്യകാല സാഹസികതകൾ തുറന്നത് എന്നത് ഓർമ്മിക്കേണ്ടതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആരംഭിച്ച് 20-ാം നൂറ്റാണ്ടിലേക്ക് വ്യാപിച്ചപ്പോൾ ഒരു ചരിത്രകാരൻ അമേരിക്കയുടെ സംയോജനം എന്ന് വിശേഷിപ്പിച്ചതുപോലെ രാജ്യം അനുഭവിച്ചു. സമ്പദ്വ്യവസ്ഥയിലുടനീളം അതിവേഗം വ്യാപിച്ച ബിസിനസ് ശ്രമങ്ങളിലെ കോർപ്പറേറ്റ് ഉടമസ്ഥയുടെ സാങ്കേതിക കാര്യത്തേക്കാൾ വളരെയധികം കാര്യങ്ങൾ ഈ വിശാലമായ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരുന്നു. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുടനീളമുള്ള വ്യാവസായിക മുതലാളിത്തത്തിന്റെ ദ്രുതഗതിയിലുള്ള വികാസത്തിനും അനുബന്ധ ഗതാഗതം, ആശയവിനിമയം, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ എന്നിവയുടെ വികസനത്തിനും നഗരവൽക്കരണം തീവ്രമാക്കുന്നതിനും വെള്ള-കോളർ തൊഴിലാളികളുടെ ഒരു മാനേജീരിയൽ വർഗത്തിന്റെ ആവിർഭാവത്തിനും കാരണമായി. സംയോജനം ഒരു വലിയ സാംസ്കാരിക സ്വാധീനം സൃഷ്ടിച്ചു. പണ്ഡിതരുടെ അഭിപ്രായത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമുള്ള വിശാലമായ സംഘടനാ വിപ്ലവം വ്യത്യസ്തമായ ഒരു സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷം മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടും സൃഷ്ടിച്ചു. പുതിയ കോർപ്പറേറ്റൈസ്ഡ് അമേരിക്കയിൽ പഴയ രീതിയിലുള്ള സ്വാശ്രയത്വമുള്ള വ്യക്തിത്വം ഉദ്യോഗസ്ഥ സംഘടനകൾ സൃഷ്ടിക്കുന്ന ആശങ്കകൾ, അഭിലാഷങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ കൂടുതലായി ഒതുങ്ങി. അമേരിക്കൻ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിന്റെ ഈ ആഴത്തിലുള്ള പുനർനിർമ്മാണം നിസ്സംശയമായും വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നു. വ്യാവസായിക ഉൽപ്പാദനക്ഷമതയിലെ വിസ്ഫോടനം, കൂടുതൽ ലഭ്യമായ ഉപഭോക്തൃ വസ്തുക്കൾ, അമേരിക്കൻ സമൂഹത്തിന് മൊത്തത്തിൽ ജീവിത നിലവാരം ഉയരൽ എന്നിവയുൾപ്പെടെയുള്ള സാമ്പത്തിക വളർച്ച. എന്നാൽ ഇത് വലിയ സമ്മർദ്ദങ്ങളും അനിശ്ചിതത്വങ്ങളും സൃഷ്ടിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആഴത്തിലുള്ള അസമത്വവും വർഗവിഭജനവും, സംശയാസ്പദമായ ബിസിനസ് രീതികളും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ദേശീയ ജീവിതത്തിൽ യാതൊരു തടസ്സവുമില്ലാതെ വാഴുമെന്ന ഭീഷണിയും പല പൗരന്മാരെയും ആശങ്കപ്പെടുത്തി. സംയോജനം തീവ്രമായ സാംസ്കാരിക വേദനയും സൃഷ്ടിച്ചു. അതിനെ മുന്നോട്ട് നയിക്കുന്ന ബിസിനസ് ഗ്രൂപ്പുകൾക്കിടയിൽ പോലും ഭൂതകാലത്തിന്റെ മൂല്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യാപകമായ ഉത്കണ്ഠകൾ പ്രത്യക്ഷപ്പെട്ടു. ആഡംബരത്തിന്റെയും ഭൗതികവാദത്തിന്റെയും മുന്നേറ്റം, നഗര അജ്ഞാതത്വം, ആത്മവിശ്വാസ ഗെയിമുകൾ, യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള അമിത പരിഷ്കരണവും ഒറ്റപ്പെടലും, സ്വയം നിർമ്മിച്ച മനുഷ്യനുള്ള അവസരങ്ങൾ കുറയൽ എന്നിവയെക്കുറിച്ച് അവർ ആശങ്കാകുലരായിരുന്നു. നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്റെ ഓട്ടോമൊബൈൽ നിർമ്മിക്കാൻ പരാജയപ്പെട്ടപ്പോൾ ഹെൻറി ഫോർഡ് അമേരിക്കയുടെ സംയോജനത്തെക്കുറിച്ചുള്ള അഭിലാഷങ്ങളും ഉത്കണ്ഠകളും വലിയ അളവിൽ പങ്കിട്ടിരുന്നുവെന്ന് വ്യക്തമാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അതിന്റെ അവ്യക്തതയിൽ ആകർഷകമായിരുന്നു. ഒരു വശത്ത് മാസ മാനുഫാക്ചറിംഗിന്റെയും മാസ മാർക്കറ്റിംഗിന്റെയും പുതിയ ബിസിനസ് ലോകത്തോട് അദ്ദേഹം വ്യക്തമായി പൊരുത്തപ്പെട്ടു, പ്രത്യേകിച്ച് അതിന്റെ സാങ്കേതിക മാനത്തിൽ. സംഭവങ്ങൾ ഉടൻ തന്നെ തെളിയിക്കും. മറ്റേതൊരു അമേരിക്കൻ ബിസിനസ് വ്യക്തിയേക്കാളും അദ്ദേഹം ഒരു മാസ മാനുഫാക്ചറർ സമ്പദ്വ്യവസ്ഥയുടെ വിശാലമായ സാമ്പത്തിക സാധ്യതകൾ മനസ്സിലാക്കി. മറുവശത്ത് വില്യം ഫോർഡിന്റെ കാർഷിക റിപ്പബ്ലിക്കിന്റെ മണ്ണിൽ വേരൂന്നിയ ഒരു പ്രിയപ്പെട്ട കർഷക ബാലനായി അദ്ദേഹം പലതരത്തിൽ തുടർന്നു. പരമ്പരാഗതമായി പറഞ്ഞാൽ, തന്റെ സ്വത്ത് സ്വന്തമാക്കിയ, സ്വന്തം വഴി സമ്പാദിച്ച, ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്വയംപര്യാപ്ത വ്യക്തിവാദിയായി അദ്ദേഹം സ്വയം നിർവചിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ,
ഫോർഡ് പുതിയ നൂറ്റാണ്ടിലേക്ക് കടന്നുവന്നത് ഒരു പ്രത്യയശാസ്ത്ര ബാഗേജിന്റെ ഭാരവുമായിട്ടായിരുന്നു. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുമായോ വ്യക്തിയുമായോ ബന്ധമില്ലാത്ത അദ്ദേഹത്തെ ഒരു സഹജമായ ജനകീയവാദി എന്ന് വിശേഷിപ്പിക്കാം. പ്രവിശ്യ മിഡ്വെസ്റ്റിന്റെ കലവറയിൽ രൂപപ്പെട്ട ഫോർഡിന്റെ പ്രത്യയശാസ്ത്രം 1890കളിലെ കാർഷിക ജനകീയ കലാപത്തിന്റെ ഒരു ഉൽപ്പന്നമായിരുന്നില്ല. അത് നഗര വ്യാവസായിക ജീവിതത്തിന്റെയും പണശക്തിയുടെയും കോട്ടകളെ ആക്രമിച്ചു, മറിച്ച് അതിനെ പരിപോഷിപ്പിച്ച ഗ്രാമ സംസ്കാരത്തിന്റെ പ്രതിഫലനമായിരുന്നു. ഈ വിശാലമായ ജനകീയ പ്രേരണ നിരവധി സ്രോതസ്സുകളെ ആകർഷിച്ചു. പൗരബാധ്യതയുടെ പാരമ്പര്യമുള്ള റിപ്പബ്ലിക്കനിസത്തിന്റെ അവശിഷ്ടം, അധ്വാനത്തിന്റെ ധാർമ്മിക മൂല്യത്തിലുള്ള നിർബന്ധത്തോടെയുള്ള പ്രൊട്ടസ്റ്റന്റ് തൊഴിൽ നൈതികത, കൂടാതെ സ്വത്തിന്റെ ഉടമസ്ഥാവകാശവും ഉപയോഗപ്രദമായ വസ്തുക്കളുടെ ഉൽപ്പാദനവും പൗരന് സാമൂഹിക അന്തസ്സും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന വിപണി ഉൽപ്പാദകത്വത്തിന്റെ മൂല്യങ്ങളും. ഉയർന്ന സാമ്പത്തിക സംവിധാനങ്ങളെ അഗാധമായി സംശയിക്കുന്ന ഈ ജനകീയ സംസ്കാരം, ചരിത്രകാരനായ റിച്ചാർഡ് ഹോഫ്സ്റ്റാഡറുടെ മനോഹരമായ വാക്കുകളിൽ, കാർഷിക ജീവിതത്തിന്റെ ചില മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും വ്യക്തിഗത സംരംഭകത്വത്തെയും വ്യക്തിഗത അവസരത്തെയും അവ സൃഷ്ടിച്ച സ്വഭാവരീതിയെയും സംരക്ഷിക്കാനും ശ്രമിച്ചു. അത് പ്രകൃതിയോടും മണ്ണിനോടും അടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ ആദർശം, നാട്ടിൻപുറങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പ്രാഥമിക ബന്ധങ്ങളോടുള്ള ബഹുമാനം, സ്വതന്ത്രനും സ്വാശ്രയനുമായ മനുഷ്യന്റെ പ്രിയപ്പെട്ട പ്രതിച്ഛായ എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. സാമ്പത്തിക പരിഷ്കരണത്തിന്റെ വാദത്തിൽ പുരോഗമനപരവും പഴയകാല വ്യക്തിവാദത്തിന്റെ പ്രതിരോധത്തിൽ പരമ്പരാഗതവുമായ ഈ ജനകീയ സംസ്കാരം ഹെൻറി ഫോർഡിന്റെ മനോഭാവങ്ങൾ മുളപൊട്ടുന്നതിനുള്ള അടിത്തറയായി മാറി. ഉൽപ്പാദനത്തിലെ തന്റെ ആദ്യ ശ്രമങ്ങളിൽ തന്നെ പരാജയപ്പെട്ട അദ്ദേഹം, നിക്ഷേപകരുടെ അത്യാഗ്രഹത്തെ അപലപിക്കാനും ഗുണനിലവാരമുള്ള ഉൽപ്പാദന നിലവാരം ഉയർത്തിപ്പിടിക്കാനും ഈ ആശയങ്ങൾ ഉപയോഗിച്ചു. ഒരു ഉദ്യോഗസ്ഥ ബിസിനസ് സംഘടന സൃഷ്ടിക്കാൻ പാടുപെടുന്നതിനിടയിൽ സ്വാശ്രയത്വം നിലനിർത്താനുള്ള ഫോർഡിന്റെ നിർബന്ധത്തിലും ഈ ജനകീയ ദിശാബോധം പ്രതിഫലിച്ചു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ നിലപാട് സങ്കീർണമായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ സംരംഭകത്വത്തിന്റെ കൊടുമുടികളിലൂടെ വീരോചിതമായി സ്വന്തം പാത വെട്ടിയെടുത്ത ഫോർഡ് ഒരു ഒറ്റപ്പെട്ട സംരംഭകനായിരുന്നില്ല. ആധുനിക ബിസിനസ്സിലും സാങ്കേതികവിദ്യയിലും വലിയ ഗ്രൂപ്പ് ഘടനകളുടെ ആവശ്യകതയെ അദ്ദേഹം വിലമതിച്ചു. തോമസ് എഡിസണോടുള്ള അദ്ദേഹത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗം കണ്ടുപിടുത്തക്കാരന്റെ സംഘടനാ കഴിവുകളോടുള്ള വിലമതിപ്പിൽ നിന്നാണ് ഉടലെടുത്തത്. ഫോർഡിന്റെ അഭിപ്രായത്തിൽ എഡിസൺ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിന് സഹായം ആവശ്യമാണെന്ന് കണ്ടെത്തി. കാരണം എത്ര നേരം ജോലി ചെയ്താലും ആവശ്യമായ എല്ലാ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് സ്വയം പൂർത്തിയാക്കാൻ കഴിയില്ല. അതിനാൽ ഒരു സംഘടനയുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുശേഷം അദ്ദേഹം എപ്പോഴും ഒരു ലബോറട്ടറിയുടെ ഡയറക്ടറായിരുന്നു. കൂടാതെ തന്റെ കൈകൾ മാത്രമല്ല, തലച്ചോറും ആവശ്യമുള്ള കാര്യങ്ങൾക്കായി സമയം ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം സമയം ലാഭിച്ചു. വ്യക്തിത്വത്തിന്റെ ദേവാലയത്തിൽ ആരാധന നടത്തുന്നതും സങ്കീർണമായ എല്ലാ ബിസിനസ് സംഘടനകളെയും അപലപിക്കുന്നതുമായ ഒരു ഒളിഞ്ഞിരിക്കുന്ന പ്രതിലോമകരമായ വ്യക്തിയല്ല ഹെൻറി ഫോർഡ് എന്ന് വ്യക്തമാണ്. അതേസമയം ഫോർഡിന്റെ പല സഹജാവബോധങ്ങളും സംയോജന സംസ്കാരത്തിന്റെ മൂലകങ്ങളിലൂടെ കടന്നുപോയി. സങ്കീർണമായ ബിസിനസ് ഘടനകളുടെ ആവശ്യകതയെ മാനിക്കുന്നുണ്ടെങ്കിലും വൈവിധ്യമാർന്ന ഉദ്യോഗസ്ഥവൃന്ദത്താൽ, പ്രത്യേകിച്ച് ധനകാര്യ വിദഗ്ധരാൽ ആധിപത്യം പുലർത്തുന്ന ഒന്നിനാൽ വിഴുങ്ങാൻ അദ്ദേഹം ഉറച്ചു വിസമ്മതിച്ചു. ഫോർഡിന്റെ ലക്ഷ്യം ഒരു അവ്യക്തമായ മധ്യഭാഗത്തായിരുന്നു, ശരിയായ തരത്തിലുള്ള സംഘടന വികസിപ്പിക്കുക. അവിടെ അദ്ദേഹത്തിന്റെ സ്വാശ്രയ, ജനകീയ സഹജാവബോധം ഒരു വലിയ സ്ഥാപനത്തിൽ പൂർണ്ണമായും ലയിക്കില്ല. 1890കളുടെ അവസാനത്തിലെ ദുഷ്കരമായ കാലഘട്ടം, മന്ദഗതിയിലുള്ള പ്രോട്ടോടൈപ്പ് വികസനം, നിർമ്മാണ കാലതാമസം, സാമ്പത്തിക പരാജയങ്ങൾ, പരിമിതമായ പുരോഗതി എന്നിവയുടെ ഒരു വലിയ വ്യാവസായിക സംരംഭത്തിൽ വ്യക്തിപരമായ നിയന്ത്രണം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ കരിയർ നീണ്ട അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മാത്രമായിരുന്നു. അങ്ങനെ 1890കളുടെ അവസാനത്തിൽ തന്റെ സാമ്പത്തിക പിന്തുണക്കാരുടെ അത്യാഗ്രഹത്തിനും സ്വാതന്ത്ര്യത്തിനുമേലുള്ള അവരുടെ കടന്നുകയറ്റത്തിനും അവരെ ശിക്ഷിച്ച പരാജയപ്പെട്ട ബിസിനസ്സുകാരൻ ഗ്രാമീണ മിഡ്വെസ്റ്റേൺ സംസ്കാരത്തിന്റെ ഒരു ഉൽപ്പന്നമായിരുന്നു. സാങ്കേതിക പുരോഗതികളെ സ്വീകരിക്കുമ്പോൾ പോലും മെറിറ്റ് റിപ്പബ്ലിക്കിൽ സമ്പത്തിന് പ്രത്യേക അവകാശങ്ങൾ ഉണ്ടെന്ന ധാരണ അദ്ദേഹം നിരസിച്ചു. വളർന്നുവരുന്ന കോർപ്പറേറ്റ് ബ്യൂറോക്രസിയുടെ ഒരു യുഗത്തിൽ തന്റെ സംരംഭത്തിന്റെ വ്യക്തിപരമായ നിയന്ത്രണം നിലനിർത്തണമെന്ന് തത്വം ഉപേക്ഷിക്കുന്നതിനു മുമ്പ് അദ്ദേഹം നിർബന്ധിച്ചു. അത് എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോഴും കൃത്യമായി ഉറപ്പില്ലെങ്കിലും ഒരു ആധുനിക കോർപ്പറേറ്റ് ബ്യൂറോക്രസി സൃഷ്ടിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുമ്പോൾ പഴയ രീതിയിലുള്ള വ്യക്തിത്വത്തിന്റെ ഒരു ജനപ്രിയ ധാർമ്മികത മുറുകെ പിടിക്കാൻ താൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഫോർഡ് വ്യക്തമാക്കി. നിരവധി വർഷത്തെ പരിശ്രമത്തിനുശേഷം മെക്കാനിക്കും ബിസിനസ്സുകാരനും ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടതായി തോന്നുന്നു. നിരാശകളിലും തെറ്റായ തുടക്കങ്ങളിലും കുടുങ്ങിപ്പോകുന്നതിൽ മാത്രം വിജയിച്ചു. എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ തടസ്സം മറികടക്കാൻ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. അപ്രതീക്ഷിതമായി തന്റെ പതിവ് കൗശലവും ധൈര്യവും കൊണ്ട് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കയിൽ വ്യാപിച്ച പുതിയ വിനോദ സംസ്കാരത്തിന്റെ ആവേശകരമായ ഒരു സവിശേഷതയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു.
ഹെൻറി ഫോർഡ് ഒരു റേസിംഗ് കാർ സെലിബ്രിറ്റിയായി.